ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യം വെച്ച് വീണ്ടും ഇറാന്റെ നീക്കം. കുവൈറ്റിന് നേരെ വീണ്ടും ആക്രമണം നടത്തി. ഡ്രോണുകളെ കുവൈറ്റ് വ്യോമ പ്രതിരോധ സേന തകർത്തതായി സായുധ സേനയുടെ ജനറൽ സ്റ്റാഫ് അറിയിച്ചു. അതോടൊപ്പം രാജ്യത്തെ സുപ്രധാന സൈനിക സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റ് ശക്തമായ ഭാഷയിൽ അപലപിച്ചു. ആക്രമണം രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയുമാണ് കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നയങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിന്റെയും UN രക്ഷാസമിതിയുടെയും 2817 നമ്പർ പ്രമേയത്തിന്റെയും ഗുരുതരമായ ലംഘനമാണെന്ന് കുവൈറ്റ് ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം ശത്രുതാപരമായ നീക്കങ്ങൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയില്ലെന്നാണ് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മേഖലയിൽ സമാധാന അന്തരീക്ഷം തകർക്കുക, പ്രകോപനപരമായ ഇത്തരം നടപടികളിൽ നിന്നും ഇറാൻ പിന്തിരിയണമെന്നും കുവൈറ്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ സുരക്ഷയും പരമാധികാരവും ഉറപ്പുവരുത്തുന്നതിനും പൗരന്മാരുടെയും പ്രവാസികളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനുമായി ആവശ്യമായ എല്ലാ ശക്തമായ നടപടികളും സ്വീകരിക്കാൻ കുവൈറ്റിന് പൂർണ്ണ അവകാശമുണ്ടെന്നും അധികൃതർ ആവർത്തിച്ച് വ്യക്തമാക്കി. ലോകത്തെ ആശങ്കയിലാഴ്ത്തുന്ന പുതിയ സംഭവ വികാസങ്ങൾക്കിടയിൽ അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ പുതിയ സൈനിക നടപടികൾക്ക് തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതേസമയം തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തവും വ്യാപകവുമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇരുപക്ഷങ്ങളുടെയും ശക്തമായ പ്രസ്താവനകൾ പശ്ചിമേഷ്യയെ വീണ്ടും വലിയൊരു സൈനിക സംഘർഷത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. ഇറാനിയൻ വാർത്താ ഏജൻസിയായ തസ്നീം ന്യൂസിനോട് സംസാരിച്ച ഒരു മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന പാശ്ചാത്യ മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനരഹിതവും അപകടകരവുമായ പ്രചാരണമെന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ അതേസമയം ആക്രമണമുണ്ടായാൽ തിരിച്ചടിക്കാനുള്ള സമഗ്രമായ സൈനിക പദ്ധതികൾ ഇറാൻ തയ്യാറാക്കി കഴിഞ്ഞുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇസ്രായേലിലെ പ്രധാന തന്ത്രപ്രധാന കേന്ദ്രങ്ങളും മേഖലയിലെ അമേരിക്കൻ ഊർജ്ജ സ്ഥാപനങ്ങളും ആക്രമണ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി. ഇറാന്റെ അവകാശവാദം അനുസരിച്ച് കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ സംഘർഷങ്ങളും സൈനിക ഏറ്റുമുട്ടലുകളും രാജ്യത്തിന്റെ പ്രതിരോധ ശേഷി തെളിയിച്ചതായാണ് പറയുന്നത്. മിസൈൽ സാങ്കേതിക വിദ്യ, ഡ്രോൺ ആക്രമണങ്ങൾ, ദീർഘദൂര പ്രത്യാക്രമണ ശേഷി എന്നിവയിൽ ഇറാൻ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നും ആവശ്യമായാൽ അവ പ്രയോഗിക്കാൻ സായുധ സേന പൂർണ്ണ സജ്ജമാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ മേഖലയിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കുന്നതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പുതിയ സൈനിക നടപടികൾക്ക് തയ്യാറെടുക്കുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയായിരുന്നു. അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെയുള്ള ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനുമായി നടക്കുന്ന നയതന്ത്ര ശ്രമങ്ങൾ ഫലപ്രദമല്ലാത്ത പക്ഷം സൈനിക നടപടി പരിഗണിക്കുമെന്നാണ് വൈറ്റ് ഹൌസിന്റെ നിലപാട്. ഈ റിപ്പോർട്ടുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.